ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പോർഷൻസാണ്. ഒന്ന്, വാട്ട് ഈസ് സൈറ്റോപ്ലാസം. രണ്ട്, എന്താണ് സെൽ ഓർഗനൽസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് സെൽ ഓർഗനൽസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് us ഗോ ടു ദി പോർഷൻ. ഫസ്റ്റ്, സൈറ്റോപ്ലാസം. എന്താണ് സൈറ്റോപ്ലാസം? അല്ലെ, നമുക്കറിയാം ഇതാണ് സെല്ല്, ഇതാണ് സെല്ലിൻ്റെ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം ഇൻസൈഡ് ദി പ്ലാസ്മ മെംബ്രെയിൻ, അല്ലേ, ഈ മൊത്തം കണ്ടിട്ട് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുക. എന്ന് വിളിക്കുമ്പോൾ പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിൽ ഈ ന്യൂക്ലിയസ് മാത്രം മാറ്റി വെച്ചാൽ നമ്മൾ എന്ത് വിളിക്കും? ഈ റീമൈനിങ് പോർഷൻ നമ്മൾ എന്ത് വിളിക്കുക? അല്ലേ, അപ്പോൾ പ്രോട്ടോപ്ലാസിന് ന്യൂക്ലിയസ് അല്ലാത്ത പോർഷൻ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ഇറ്റ് ഇസ് നോൺ ആസ് സൈറ്റോപ്ലാസം. അല്ലേ, ആ സൈറ്റോപ്ലാസാണ് ഇത്. അല്ലേ, ഈ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയുള്ളത്? സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് എന്താ? സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് സൈറ്റോസോൾ. എന്താ പറയുക? സൈറ്റോസോൾ. അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് എന്താണ്? സൈറ്റോസോൾ. മേജർ കമ്പൗണ്ട് വാട്ടർ ആട്ടോ. അതിൻ്റെ മേജർ കമ്പൗണ്ട് എന്താണ്? വാട്ടറാണ്. H2O ആണ് അതിൻ്റെ മേജർ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ സൈറ്റോപ്ലാസത്തിൻ്റെ സൈറ്റോസോളിൽ ലിക്വിഡ് പോർഷൻ മാത്രമല്ല, അതിലൊരുപാട് എന്തുണ്ട്? സെൽ ഓർഗനൽസ് അടങ്ങിയിട്ടുണ്ട്. സെൽ ഓർഗനൽസ് നമുക്ക് എന്താ പറയുക? പിന്നെ ഒരുപാട് ഇലക്ട്രോലൈറ്റുകളുണ്ട്. എന്താണ്? സോഡിയം അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, ക്ലോറിൻ അയോൺസ്, ഇങ്ങനെയുള്ള ഒരുപാട് അയോൺസുകൾ ഇവിടെ ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിൽ, ഈ സൈറ്റോസോളിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഡിസോൾവ് ആയി കിടക്കുന്നുണ്ട്. ക്ലിയർലി ഡിസോൾവ് ആയി കിടക്കുന്നുണ്ട്. ഒരുപാട് ന്യൂട്രിയൻസ് കിടക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളെ സെല്ലിന് ഒരുപാട് ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. എവിടുന്ന്? അതെങ്ങനെ ഒരു സെല്ലിനുള്ളിലേക്ക് എങ്ങനെ ന്യൂട്രിയൻസ് എത്തുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജഷന് ശേഷം ന്യൂട്രിയൻസ് ആയിട്ട് മാറും. ആ ന്യൂട്രിയൻസ് നമ്മൾ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ബ്ലഡ് എന്ത് ചെയ്യും? എല്ലാ കോശങ്ങൾക്കും അത് എന്ത് ചെയ്യും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി കൊടുക്കും. അല്ലേ, നമുക്കറിയാം ബ്ലഡിൽ നിന്ന് ന്യൂട്രിയൻസ് എങ്ങോട്ടാണ് വരുന്നത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ടാണ് വരുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് കടക്കും. അല്ലേ, അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് കടക്കാൻ പ്ലാസ്മ മെംബ്രെയിൻ ഒരുപാട് എന്തുണ്ട്? ട്രാൻസ്പോർട്ടേഴ്സ്, ചാനൽസ്, പമ്പൊക്കെ ഉണ്ട്. അല്ലേ, അതുവഴി സെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ന്യൂട്രിയൻസ് ഒക്കെ കടക്കും. അല്ലേ, അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾസ്, അമിനോ ആസിഡ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, ചില മോണോസാക്രൈഡ്സ്, ഇതൊക്കെ ന്യൂട്രിയൻസാണ്. അതൊക്കെ സെല്ല് വലിച്ചെടുത്ത് എങ്ങോട്ടാണ് വരിക? അത് നമ്മളെ സൈറ്റോപ്ലാസ്റ്റിക്കാണ് വരിക. ഇവിടേക്ക് എത്തുക സൈറ്റോപ്ലാസ്റ്റിലായിരിക്കും. അപ്പോൾ സൈറ്റോപ്ലാസം എന്തൊക്കെ ഉണ്ടായിരിക്കും? ന്യൂട്രിയൻസ്, ഇലക്ട്രോലൈറ്റ്സ്, സെൽ ഓർഗനൽസ്, പിന്നെ ഒരുപാട് പ്രോട്ടീൻസ്, വ്യത്യസ്ത സെല്ലിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീൻസ്. എൻസൈമാറ്റിക് പ്രോട്ടീൻസ് ആയിരിക്കാം. എൻസൈംസ് എന്ന് വെച്ചാൽ എന്താ? ഒരു സാധനത്തിന് മറ്റൊരു സാധനമാക്കി മാറ്റുന്ന ആ റിയാക്ഷൻ, എ എന്നുള്ള സാധനം ബി ആയി മാറുന്നതാണ് നമ്മുടെ റിയാക്ഷൻ ആയിരിക്കുക. ആ നടക്കുന്ന റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ആൾ, അതാണിത് എൻസൈം. ക്ലിയർല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എൻസൈമാറ്റിക് പ്രോട്ടീൻസ്, ചില പ്രോട്ടീൻസ് എന്ത് ചെയ്യാം? എൻസൈമായിട്ട് ആക്ട് ചെയ്യാം. നമ്മൾ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലേ, അപ്പോൾ ചില പ്രോട്ടീൻസ്, അപ്പോൾ അത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന എൻസൈമാറ്റിക് പ്രോട്ടീൻ, ഇത് സൈറ്റോപ്ലാസിൽ കാണപ്പെടുന്ന എൻസൈമാറ്റിക് പ്രോട്ടീൻ. ക്ലിയർല്ലേ? അപ്പോൾ ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിലുണ്ടായിരിക്കും. അപ്പോൾ സൈറ്റോപ്ലാസിൽ എന്തൊക്കെയുണ്ട്? ലിക്വിഡ് പോർഷൻ ആയിട്ടുള്ള സൈറ്റോസോൾ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? സെൽ ഓർഗനൽസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, വേരിയസ് പ്രോട്ടീൻസ് ഉണ്ട്. വേരിയസ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഇതൊക്കെ ചേർന്നാണത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമുക്കറിയാം എന്താണ്? വാട്ടറാണ്. നമുക്കറിയാം അല്ലേ, അതിൻ്റെ 80% എന്താണ്? വാട്ടറാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ 80% വാട്ടറാണ്. ബാക്കിയുള്ള എന്താണ്? ബാക്കിയുള്ള കുറച്ച് ശതമാനം, 20% എന്തൊക്കെ വരും? ഈ സെൽ ഓർഗനൽസ് വരും, ഇലക്ട്രോലൈറ്റ്സ് വരും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് വരും, വേരിയസ് പ്രോട്ടീൻസ്. അതൊക്കെ എത്ര വരുന്നത്? വെറും 20% വരുന്നത്. മേജർ പോർഷൻ 80% വാട്ടറാണ് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണെന്ത്? സൈറ്റോപ്ലാസം. ക്ലിയർ ആയല്ലോ? സൈറ്റോപ്ലാസം ഒരു ജെല്ലി ലൈക്ക് വാട്ടർ ആട്ടോ. നമ്മളെ പ്യുവർ ഇങ്ങനെ നമ്മൾ കുടിക്കുന്ന തരത്തിലുള്ള വാട്ടറെ പോലെ അല്ല, ജെല്ലി ലൈക്ക് വാട്ടറാണ്. കാരണം എന്താ? അതിൽ വേറെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? സെൽ ഓർഗനൽസ്, ഇലക്ട്രോലൈറ്റ്സ്, ന്യൂട്രിയൻസ്, വേരിയസ് പ്രോട്ടീൻസ്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താണ്? കുറച്ച് ജെല്ലി ലൈക്കാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വേറെ എന്തൊക്കെ സാധനം ചേരുമ്പോൾ കുറച്ച് എന്ത് ഒരു ജെല്ലി ലൈക്കായി മാറും. ആ സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. അല്ലേ, ആ വാട്ടർ പോർഷനാണ് സൈറ്റോസോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ജെല്ലിയിലേക്ക് വാട്ടറായിട്ട് മാറും. 80% എന്നാലും വാട്ടറാണ്. ഓക്കെ, അതാണ് സൈറ്റോപ്ലാസം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെൽ ഓർഗനൽസ് എന്നുള്ള. എന്താണ് സെൽ ഓർഗനൽസ്? നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിൽ സെല്ല് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ത്രൂ എന്താണ്? പ്രോട്ടീൻസ്. അല്ലേ, പ്രോട്ടീൻസ് മാത്രമാണ് സെല്ലിൽ ജോലി എടുക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ നേരത്തെ പ്ലാസ്മ മെംബ്രെയിൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, പ്ലാസ്മ മെംബ്രെയിൻ ഇസ് മേഡപ്പ് ഓഫ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്. ഇതിൽ ലിപ്പിഡ്സിനും പ്രോട്ടീൻസിനും കാർബോഹൈഡ്രേറ്റിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നു. അല്ലേ, പ്രോട്ടീൻസ് മാത്രമാണ് അവിടെ ജോലി ചെയ്തത്? അല്ല, കാർബോഹൈഡ്രേറ്റ് ജോലി ചെയ്തിട്ടുണ്ട്, ലിപ്പിഡ്സ് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴാണ് ആ പ്ലാസ്മ മെംബ്രെയിന് ആ മൊത്തം ഫംഗ്ഷൻ കിട്ടുന്നത്. അല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
അത് പ്ലാസ്മ മെംബ്രെയിനിൽ ലിപ്പിഡ്സും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർലേ? അപ്പോൾ നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ സെല്ലിൻ്റെ ഒരു ഇഫക്റ്റീവ് ജോലി കൊടുക്കുന്ന ആൾക്കാർ എന്താണ്? ഈ കാർബോഹൈഡ്രേറ്റ്, ഈ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഒക്കെയാണ്. പക്ഷെ എന്തായാലും പ്രധാനപ്പെട്ട ആളാണ് നമ്മൾ ആര് പറഞ്ഞിട്ട്? പ്രോട്ടീൻസ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പണിയെടുക്കുന്ന ആൾക്കാരാണിത് ഈ പ്രോട്ടീൻസ് ഉള്ളത് കേട്ടോ. മറ്റൊരു എടുക്കുന്നുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രോട്ടീൻസാണ് ജോലി കൂടുതൽ. അപ്പോൾ ഈ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമുക്ക് നമ്മളെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ലിപ്പിഡ്സ് ഉണ്ടാക്കണം, സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കണം, സെല്ലിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത കാർബോഹൈഡ്രേറ്റുകളൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എന്താവശ്യമാണ്? ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില ഫാക്ടറികൾ നമുക്ക് ആവശ്യമാണ്, മിനി ഫാക്ടറീസ് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണിത് സെൽ ഓർഗനൽസ്. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ആരൊക്കെ വേണമെന്ന് വെച്ചാൽ എന്താ പറയുക? പ്രോട്ടീൻ എന്നുള്ള സാധനം, ഒരു സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ന്യൂക്ലിയസ് വേണം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വേണം, റൈബോസോം വേണം, ഗോൾഗി ബോഡീസ് വേണം. ക്ലിയർല്ലേ? പിന്നെ അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മൈറ്റോകോൺട്രിയ വേണം. എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ പവർ ഹൗസാണ്. നമ്മളെ സെല്ലിൽ ഒരുപാട് റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് ജോലികൾ നമ്മളെ സെല്ലിൽ നടക്കുന്നുണ്ട്. ആ ജോലികളൊക്കെ നടക്കണമെങ്കിൽ ഒരുപാട് എനർജി വേണം അല്ലേ? നമുക്കിപ്പോൾ ഒരു കല്ല് പൊക്കാൻ നമുക്ക് എനർജി വേണ്ടേ അല്ലേ? നമുക്ക് ഓടാൻ എനർജി വേണം, നമുക്ക് ഉറങ്ങാൻ പോലും എനർജി വേണം. ക്ലിയർല്ലേ? അപ്പോൾ എല്ലാ ജോലിയും ഒരു റിയാക്ഷൻ ഏതുള്ള സാധനം ബി ആയിട്ട് മാറുകയാണ്, അതിനൊക്കെ ചിലപ്പോൾ എനർജി വേണ്ടി വരും. അപ്പോൾ ഈ എനർജി വേണ്ട റിയാക്ഷൻ നമുക്ക് എനർജി കൊടുക്കണം. എന്തിൻ്റെ ഫോമിലാണ് കൊടുക്കുക? ATP ആണ്. നമ്മളെ സെല്ലിൻ്റെ ഉള്ളിൽ എനർജി ATPയുടെ രൂപത്തിലുണ്ടാവുക അല്ലേ? ആ ATP ഉണ്ടാക്കുന്ന ആരാണ്? ഈ മൈറ്റോകോൺട്രിയയാണ് കേട്ടോ. അപ്പോൾ സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയകൾ. സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഒരുപാട് എനർജി ആവശ്യമാണ്. ഒരു പ്രോട്ടീൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമാണ്. ആ എനർജിയൊക്കെ കൊടുക്കുന്ന മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ ഇങ്ങനെ സെല്ലിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ഉണ്ടാണെങ്കിലും ലിപ്പിഡ്സ് ഉണ്ടാണെങ്കിലും ഒക്കെ ആര് വേണം? ഈ പറഞ്ഞ വ്യത്യസ്ത സെൽ ഓർഗനൽസ് വേണം. ക്ലിയർല്ലേ? ഓരോ സെൽ ഓർഗനൽസും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ്, പക്ഷേ ഇവരെല്ലാവരും വർക്ക് ചെയ്യുമ്പോഴാണ് സെല്ലിന് ആവശ്യമുള്ള പ്രോട്ടീൻസും സെല്ലിന് ആവശ്യമായിട്ടുള്ള ലിപ്പിഡ്സും സെല്ലിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. ക്ലിയർല്ലേ? അപ്പോൾ സെല്ലിന് ആവശ്യമായിട്ടുള്ള സെല്ലിനുള്ളിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന, സെല്ലിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ലിറ്റിൽ ഓർഗൻസ് നമുക്ക് എന്നെ വിളിക്കാൻ പറ്റും. ഇതാണ് ലിറ്റിൽ ഓർഗൻസ് അല്ലേ? നമുക്കറിയാം നമുക്ക് ഓർഗൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? സ്റ്റൊമക്ക് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ്? സെല്ലുകൾക്കുള്ളിലുള്ള അത്തരത്തിലുള്ള ഓരോരോ ജോലി ചെയ്യുന്ന ആൾക്കാരാണത് ലിറ്റിൽ ഓർഗൻസ്. അതിനെ വിളിക്കുന്ന പേരാണത് ഓർഗനൽസ്. എന്താ വിളിക്കുക നമ്മൾ? ഓർഗനൽസ്. കുറച്ച് ഓർഗനൽസിന് എക്സാമ്പിൾ ആണത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, പെറോസിസോം, സെക്രട്ടറി വെസിക്കിൾസ്, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്. ക്ലിയർല്ലേ? പിന്നെ റൈബോസോം, സൈറ്റോസ്കെലിറ്റൻ. ക്ലിയർല്ലേ? ഇതൊക്കെ എന്താണ്? സെൽ ഓർഗനൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ഇവിടെ ലൈസോസോം ഉണ്ട്, ഇവിടെ സെൻട്രോസോം ഉണ്ട്, ഇതാ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഇതാ ന്യൂക്ലിയസ് ഉണ്ട്, ഏറ്റവും ലാർജസ്റ്റ് സെൽ ഓർഗനൽ ന്യൂക്ലിയസ് ഉണ്ട്, ഒരുപാട് റൈബോസോംസ് ഉണ്ട്, ഇവിടെ സെക്രട്ടറി വെസിക്കിൾസ് ഉണ്ട്, ഇതാ ഇവിടെ ഗോൾഗി ബോഡീസ്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ക്ലിയർല്ലേ? ഇതൊക്കെ ചെയ്യണം നമ്മളെ സെൽ ഓർഗനൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ സെൽ ഓർഗനൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ സെൽ ഓർഗനൽസ് നമുക്ക് രണ്ടായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ ബേസിൽ? അവർക്കൊരു മെംബ്രെയിൻ ഉണ്ടോ മെംബ്രെയിൻ ഇല്ലേ എന്ന് വെച്ചിട്ട്. അവർക്കൊരു മെംബ്രെയിൻ ഉണ്ടോ മെംബ്രെയിൻ ഇല്ലെന്ന് വെച്ചാൽ നമുക്കറിയാം സെല്ലിനെ മൊത്തം പൊതിഞ്ഞുകൊണ്ട് എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സെല്ലിനെ മൊത്തം പൊതിഞ്ഞുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ, അതിൽ ചില സെൽ ഓർഗനൽസ് എന്തുണ്ടായിരിക്കും? ഇതുപോലത്തെ ഒരു കവറിങ് ഉണ്ടായിരിക്കും. എക്സാക്ട്ലി പ്ലാസ്മ മെംബ്രെയിൻ പോലത്തെ ഒരു കവറിങ് തന്നെയാണ്. പ്ലാസ്മ മെംബ്രെയിൻ പോലത്തെ കവറിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഇറ്റ്സ് എ ലിപ്പിഡ് ബൈലെയർ. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്. അതുപോലെ തന്നെ ഈ സെൽ ഓർഗനൽസിന് എന്തുണ്ടായിരിക്കും? ഒരു കവറിങ് ഉണ്ടായിരിക്കും, കവറിങ് ഉണ്ടായിരിക്കും. ക്ലിയർ? ചില സെൽ ഓർഗനൽ, എല്ലാ സെൽ ഓർഗനൽസിനും ഇല്ല, ചില സെൽ ഓർഗനൽസിന് ഉണ്ട് ഇത്തരത്തിലുള്ള കവറിങ് ഉണ്ടായിരിക്കും. ക്ലിയർല്ലേ? അതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? സെയിം പ്ലാസ്മ മെംബ്രെയിൻ്റെ കമ്പോസിഷൻ തന്നെയാണ്, ലിപ്പിഡ് ബൈലെയർ അങ്ങനെയൊക്കെ തന്നെയാണ്. ക്ലിയർല്ലേ? അത്തരത്തിലുള്ള സെൽ ഓർഗനൽസ് നമ്മൾ വിളിക്കും മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കും. അതൊക്കെ മെംബ്രെയിൻ ബൗണ്ട്, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഓർഗനലിലെ വിത്ത് മെംബ്രെയിൻസ് ആണെന്ത്? ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ്, ലിമിറ്റിംഗ് മെംബ്രെയിൻസ് അല്ലെ, അതിനെ ലിമിറ്റ് ചെയ്യണത് വെച്ചാൽ അതിനൊരു ബൗണ്ടറി കൊടുക്കുന്ന ഈ മെംബ്രെയിൻ ആണല്ലോ. അതുകൊണ്ട് ഓർഗനൽസ് വിത്ത് ലിമിറ്റിംഗ് മെംബ്രെയിനോ അല്ലെങ്കിൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിനോ ഒക്കെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ അങ്ങനെയൊക്കെ വിളിക്കാം അല്ലേ. അപ്പോൾ ഓർഗനൽസ് നമുക്ക് എന്താണ് തരംതിരിക്കാം? സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻ എന്നും സെൽ ഓർഗനൽസ് വിത്തൗട്ട് എ മെംബ്രെയിൻ തിരിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ മെംബ്രെയിൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്ത്? റൈബോസോം, സൈറ്റോസ്കെലിറ്റൻ. പിന്നെ നിങ്ങളെ ടെസ്റ്റിൽ റോങ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾസ്. ആക്ച്വലി ഇവർക്കും എന്തില്ല? ഒരു മെംബ്രെയിൻ ഇല്ല. അവർക്കും എന്തില്ല? ഒരു മെംബ്രെയിൻ ഇല്ല. സോ സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾസ് എന്തിൽ വരും?
ഈ ഗ്രൂപ്പിൽ വരും കേട്ടോ, വിത്തൗട്ട് മെംബ്രെയിനിൽ വരുന്ന ആൾക്കാരാണ്. സെൽ ഓർഗനിലെ വിത്തൗട്ട് മെംബ്രെയിനിൽ വരുന്നത് സെൻട്രോസോമും സെൻട്രിയോൾസും. പിന്നെ അതിലുള്ള റൈബോസോം ഉണ്ട്, സൈറ്റോസ്കെലറ്റൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? വിത്തൗട്ട് മെംബ്രെയിനാണ്. ബാക്കി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, നമുക്കൊരു ചിത്രം നോക്കാം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഇത് ന്യൂക്ലിയസ് ആണ്. കണ്ടാൽ തന്നെ അറിയാം, ന്യൂക്ലിയസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സെൽ ഓർഗനലിലാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, നമ്മൾ നോക്കുക. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കോളൂ. കണ്ടോ, ഇതിലൊരു മെംബ്രെയിൻ കണ്ടില്ലേ? മെംബ്രെയിൻ. ഇതിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കും. നമുക്ക് കാണാം അല്ലേ? ആ ബ്രൗൺ നിറത്തിൽ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള എന്താണ്? അതിൻ്റെ മെംബ്രെയിനാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനാണ്. ക്ലിയർ അല്ലേ? അതുപോലെ ന്യൂക്ലിയസ് ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? ഇതിനുള്ള സ്പേസ് നമ്മൾ ല്യൂമൺ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ല്യൂമൺ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്താ വിളിക്കുക? ല്യൂമൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുക. ല്യൂമൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ന്യൂക്ലിയസ്. അതിൻ്റെ മെംബ്രെയിൻ കണ്ടില്ലേ? ഇതിനുള്ള സ്പേസ് ഇല്ലേ? അതെന്താണ്? ല്യൂമൺ ഓഫ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ല്യൂമൺ ആണത്. ക്ലിയർ അല്ലേ? ഇത് ഗോൾഗി ബോഡി നോക്കുക അല്ലേ? ഈ പച്ച നിറത്ത് കാണുന്ന അതിൻ്റെ മെംബ്രെയിൻ ആണ്. അതിൻ്റെ ഉള്ളൊരു സ്പേസ് കണ്ടില്ലേ? അതിനുള്ള സ്പേസ്. ക്ലിയർ അല്ലേ? ശരിക്കും ഇത് ഇവിടെയൊക്കെ മൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ മൂടിയിട്ടാണ് നിൽക്കുന്നത്, അല്ല ഇങ്ങനെ തുറന്ന് നിൽക്കുന്നില്ല. അതൊക്കെ മൂടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്കതിൻ്റെ ഉൾഭാഗത്തൊരു സ്പേസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനെ സെക്ഷൻ എടുത്ത് കാണിച്ചു തന്നാണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചിട്ട് കാണിച്ചു തന്നാണ് എന്ത് അല്ലേ? ഇപ്പോൾ ഒരു ചക്കേൻ്റെ ഉള്ളിൽ ചുള ഉണ്ട് അറിയാൻ നമ്മൾ ചക്ക മുറിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഗോൾഗി ബോഡീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് ഉണ്ട് അറിയാൻ വേണ്ടി അതിന് ചെത്തിയതാണ് എന്ത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്ത് കാണാൻ പറ്റും? ഒരുപാട് സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതെന്താണ്? ഗോൾഗി ബോഡിയുടെ മെംബ്രെയിനാണ്. ആ മെംബ്രെയിൻ എന്തുകൊണ്ടുണ്ടാക്കിയ? സെയിം പ്ലാസ്മ മെംബ്രെയിൻ്റെ പോലത്തെ സ്ട്രക്ചറാണ്. എന്ത്? ലിപ്പിഡ് ബൈലെയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, ഇതിനും മെംബ്രെയിൻ ഉണ്ട്. എൻ്റെ മെംബ്രെയിൻ നോക്കുക, ഒരു ക്രീമി നിറത്തിലുള്ള മെംബ്രെയിൻ കണ്ടില്ലേ? ആ പച്ച നിറത്തിലുള്ള ഇതിനുള്ള സ്പേസ് ആണ് കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ പിന്നെ പഠിക്കാം. ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇത് നമ്മൾ ആനിമൽ സെൽസിൽ കാണില്ല, പ്ലാന്റിൽ മാത്രം കാണുന്ന ക്ലോറോപ്ലാസ്റ്റുള്ള സെൽ ഓർഗനിലാണ് അത് അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ലൈസോസോം നോക്കുക. അതാണ് ലൈസോസോം. അതിനൊരു മെംബ്രെയിൻ ഉണ്ട്. അതാണ് അതിൻ്റെ മെംബ്രെയിൻ. ക്ലിയർ അല്ലേ? അതിനുള്ള സ്പേസ് ഉണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ലൈസോസോമിന് ല്യൂമൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും? സെൽ ഓർഗൻസ് നമുക്ക് എന്ത് പറ്റും? മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനിൽ നിന്നും സെൽ ഓർഗനിൽ വിത്തൗട്ട് എ മെംബ്രെയിൻ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അതിൽ തന്നെ ഈ സെൽ ഓർഗനിലെ വിത്ത് സിംഗിൾ മെംബ്രെയിൻ നിന്നും വിത്ത് ഡബിൾ മെംബ്രെയിൻ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ശ്രദ്ധിക്കണം കേട്ടോ. സെൽ ഓർഗനിലെ വിത്ത് സിംഗിൾ മെംബ്രെയിൻ നിന്നും വിത്ത് ഡബിൾ മെംബ്രെയിൻ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അതെന്താ വെച്ചാൽ രണ്ട് കവറിങ് ഉണ്ടെങ്കിൽ എന്താ ശ്രദ്ധിക്കുക, ഒരു സെൽ ഓർഗനിലേക്ക് രണ്ട് കവറിങ്. അപ്പോൾ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ കവറിങ്, അതിന് ചുറ്റും വേറൊരു പ്ലാസ്മ മെംബ്രെയിൻ്റെ കവറിങ്. അപ്പോൾ രണ്ട് കവറിങ് ആയി അല്ലേ? രണ്ട് കവറിങ് ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും? നമ്മൾ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ഓർഗനിൽസ് നമുക്ക് വിളിക്കാം. ഇനി ഒറ്റ ഒന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സാധാരണ സിംഗിൾ മെംബ്രെയിൻ ഓർഗനിൽസ് വിളിക്കാം അല്ലേ? അതിൽ ഡബിളിന് എക്സാമ്പിളാണ് നമ്മൾ ആനിമൽ സെൽസിൽ കേട്ടോ. ആനിമൽസിൽ ഡബിളിന് എക്സാമ്പിളാണ് മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്. അപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്ക് ന്യൂക്ലിയസിനും എത്ര കവറിങ് ഉണ്ട്? രണ്ട് കോട്ട് കവറിങ് ഉണ്ട്. രണ്ട് ഡ്രസ്സ് ഇട്ട പോലെ, നമ്മൾ ഒരു ഷർട്ടിൻ്റെ മേലെ വേറെ ഷർട്ട് ഇട്ട പോലെ അവർക്ക് രണ്ട് തരത്തിലുള്ള കോട്ടിങ് ഉണ്ടായിരിക്കും. സിംഗിൾ ആയിട്ടുള്ള എക്സാമ്പിളാണിത്. സിംഗിൾ കോട്ട് അല്ല സിംഗിൾ മെംബ്രെയിൻ എക്സാമ്പിളാണിത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത് ന്യൂക്ലിയസ് ആട്ടോ. ന്യൂക്ലിയസിന് എന്നിട്ട് രണ്ട് കവറിങ് ഉണ്ട്, പക്ഷേ അതിൽ ഒന്ന് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ന്യൂക്ലിയസിന് രണ്ട് കവറിങ് ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ പഠിക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒറ്റ കവറിങ് ഉള്ളൂ. ഗോൾഗി ബോഡിക്ക് ഒറ്റ കവറിങ് ഉള്ളൂ. ലൈസോസോമിന് ഒറ്റ കവറിങ് ഉള്ളൂ. സോ ദിസ് ഈസ് ഡബിൾ മെംബ്രെയിൻ സെൽ ഓർഗനൽസ് ആൻഡ് സിംഗിൾ മെംബ്രെയിൻ സെൽ ഓർഗനൽസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പോർഷൻസ്. ഓക്കെ.